പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ രാമനവമി ആഘോഷത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 20 പേർക്ക് പരിക്ക്. ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. ബോംബ് സ്ഫോടനമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, എന്താണ് സംഭവം? എപ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ? ഈ രാമനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് ബിജെപിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും വിപുലമായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു പശ്ചിമ ബംഗാളിൽ മുഴുവനായിട്ടും സംഘടിപ്പിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് വൈകിട്ട് ചില ആഘോഷ പരിപാടികൾക്കിടെ ഈ മുർഷിദാബാദിൽ അവിടെ ശക്തിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതുപോലെ തന്നെ 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. ഇവരെ മുർഷിദാബാദ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ബോംബ് സ്ഫോടനമാണ് എന്നുള്ളൊരു റിപ്പോർട്ട്, ഒരു സംശയത്തെ തുടർന്ന് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബോംബ് സ്ഫോടനം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ആ സാധ്യതകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രാമനവമി ആഘോഷങ്ങൾക്കിടെ അവിടെ നടക്കുന്ന ഘോഷയാത്രയ്ക്കിടെ തന്നെ മറ്റൊരു പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധ റാലിക്കെതിരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നും അതിനിടയിലേക്ക് ചിലർ ബോംബുകൾ വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യത്തിലടക്കം നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. ആ കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഫോടനത്തിൽ ഇപ്പോൾ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 19 പേരും സമീപത്ത് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീയെ നിലവിൽ മുർഷിദാബാദ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്.